സ്വയം വെള്ളപൂശുന്ന എറണാകുളത്തെ വിമതരുടെ തട്ടിപ്പിന്റെയും കപടതയുടെയും യഥാർത്ഥ മുഖം വെളിവാക്കി ഇതാ മറ്റൊരു സംഭവം കൂടി. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ കടുത്ത വിമത നേതാവായ മുൻ വികാരി ഫാദർ ജോസ് ഇടശ്ശേരി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഫാദർ ഇടശ്ശേരിക്കെതിരായ ഗുരുതരമായ പരാതികളിൽ അതിരൂപതാതല അന്വേഷണ കമ്മീഷനും കാര്യങ്ങൾ പഠിക്കുകയാണ്. ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അനധികൃത വളമിടപാടിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നത് അന്വേഷിക്കണമെന്ന ഇടവകക്കാരനായ ജോസഫ് നാൽപ്പാട്ടിന്റെ പരാതിയിലാണ് ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇക്കാര്യം അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. വിമതനായ ഫാദർ ജോസ് ഇടശ്ശേരിയെ കൂടാതെ പള്ളിവക ദേവമാതാ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ ശ്രുതി ബിൻഡോ റാഫേൽ, മുൻ കൈക്കാരൻ നിജോ ജോയി, നിലവിലെ കൈക്കാരൻ ജോഫി ആന്റണി, അഗ്രികൾച്ചറൽ സൊസൈറ്റി ആൻഡ് റിസർച്ച് ഹോം ഉടമ റാം വിൽസൺ എന്നിവർക്കെതിരെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പള്ളി ഉടമസ്ഥതയിലുള്ള തെങ്ങുകൾക്ക് ഇടാൻ ജൈവവളം വാങ്ങിയതിലെ ക്രമക്കേടാണ് അന്വേഷിക്കുന്നത്. പള്ളിവകയിലുള്ള 35 തെങ്ങുകൾക്ക് 250 കിലോ വീതം ബയോ ഫെർട്ടിലൈസർ വാങ്ങുന്നതിന് കൊച്ചിയിലെ അഗ്രികൾച്ചറൽ സൊസൈറ്റി ആൻഡ് റിസർച്ച് ഹോം എന്ന ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ ഇൻവോയ്സ് നമ്പറുകളും ബില്ലുകളും വ്യാജമായി തയ്യാറാക്കി പള്ളിയുടെ 6,59,950 രൂപ പലപ്പോഴായി തട്ടിയെടുത്തു എന്നാണ് പരാതി. മുൻ വികാരി ഫാദർ ജോസ് ഇടശ്ശേരിയും മറ്റ് 4 പ്രതികളും ചേർന്ന് ഇടവക വിശ്വാസികളെയും പാരിഷ് കൌൺസിൽ അംഗങ്ങളെയും വിശ്വാസവഞ്ചന നടത്തി ചതിക്കണമെന്നും അതിൽ കൂടി അമിത ലാഭം ഉണ്ടാക്കണമെന്നും ഉള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇടപാട് നടത്തിയതെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച ചില രേഖകൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് അന്നത്തെ വിമത കൂരിയ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല. ഒടുവിൽ സംഭവം വിവാദമായപ്പോൾ ഫാദർ ജോസ് ഇടശ്ശേരിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. വിമതനായ ഫാദർ ജോസ് ഇടശ്ശേരി ചുണങ്ങംവേലി നിവേദിതയിൽ കഴിയുകയാണ് ഇപ്പോൾ. അതിനിടെ കൊരട്ടി ഫൊറോന പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും കഴിഞ്ഞ 5 വർഷത്തെ വരവ് ചെലവ് പഠിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത നിയമിച്ച അന്വേഷണ കമ്മീഷനും ഇന്ന് വീണ്ടും തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ആഴ്ചയും കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഫാദർ ജോസ് ഇടശ്ശേരി ഫൊറോന വികാരിയായിരിക്കെ പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകളിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആക്ഷേപത്തെ തുടർന്നാണ് അന്വേഷണം. കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളി, ദേവമാതാ ആശുപത്രി, പള്ളി സ്കൂൾ എന്നിവിടങ്ങളിലെ 5 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ സമ്പൂർണമായി പരിശോധിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനാണ് അതിരൂപത കമ്മീഷനെ നിയമിച്ചത്. റിട്ടയേർഡ് സബ് ജഡ്ജ് TS ജോസഫിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ കമ്മീഷന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പള്ളിയിലെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി ഇടവകക്കാർ അതിരൂപതയിൽ പരാതി നൽകിയിരുന്നു. ആക്ഷേപങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പുതുതായി ചുമതലയേറ്റ ഫാദർ ജോൺ കക്കാട്ടും കമ്മീഷനെ വെച്ച് ഓഡിറ്റിംഗ് നടത്തണമെന്ന് അതിരൂപതയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണമില്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രയാസമാണെന്ന് അദ്ദേഹം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഫാദർ ജോസ് ഇടശ്ശേരിക്ക് മുൻപ് വികാരിയായിരുന്ന ഫാദർ മാത്യു മണവാളന്റെ കാലത്തും സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് ആക്ഷേപം ഉയർന്നിരുന്നു. അന്നും കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തുകയും ക്രമക്കേടുകൾക്കെതിരെ ഇടവകക്കാർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ കേസുകൾ ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ്. കേരളത്തിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടിമുത്തി പള്ളി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ ഇടവകയ്ക്കും അതിരൂപതയ്ക്കും തീരാ കളങ്കമാണെന്ന് ആക്ഷേപം ഉണ്ട്. കഴിഞ്ഞ 4 വർഷമായി കൊരട്ടിപ്പള്ളിയിൽ റെസിഡന്റ് പ്രീസ്റ്റായി സേവനം ചെയ്തിരുന്ന ഫാദർ പോൾ കല്ലൂക്കാരൻ പള്ളി ഭരണത്തിൽ അനധികൃതമായി ഇടപെടുന്നുവെന്ന് ഇടവകക്കാർ പരാതി ഉന്നയിച്ചിരുന്നു. തുടർന്ന് ഫാദർ പോൾ കല്ലൂക്കാരനെ സ്ഥലം മാറ്റിയിരുന്നു. ഇദ്ദേഹത്തെ അങ്കമാലി LF ആശുപത്രിയിൽ സ്പിരിച്വൽ ഡയറക്ടറായാണ് സ്ഥലം മാറ്റിയത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫാദർ കക്കാട്ട് അന്വേഷണം ആവശ്യപ്പെട്ടത്. പള്ളിയുടെ കണക്കുകൾ സുതാര്യവും സത്യസന്ധവും ആയിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തിയാണ് ഏവർക്കും സുസമ്മതനായ നിലവിലെ ഫൊറോന വികാരി ഫാദർ ജോൺ കക്കാട്ട്. ദൈവജനത്തിന്റെ പണം ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ലെന്ന് ഫാദർ ജോൺ കക്കാട്ടിന് ഏറെ നിർബന്ധമുള്ളതിനാലാണ് കൊരട്ടിപ്പള്ളിയിലെ കണക്കുകൾ അന്വേഷണ വിധേയമാക്കണമെന്ന് അദ്ദേഹം അതിരൂപതയിൽ ആവശ്യപ്പെട്ടത്. ഇതാണ് ഫാദർ ജോസ് ഇടശ്ശേരിക്കും വിമത സംഘത്തിനും വൻ തിരിച്ചടിയായത്.